ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞമ്പട്ടി. സോ ഗൈസ്, നമ്മളിന്നൊരു കോയിൻ ഇവൻ്റാണ് കേട്ടോ കളിക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, നമ്മളിന്നൊരു കോയിൻ ഇവൻ്റാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ 50 കോയിൻ്റെ ഒരു ഇവൻ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പുതുതായിട്ട് ഇന്ന് കൊണാമി കൊടുന്ന ഒരു ഇവൻ്റാണ്. 1000 പോയിൻറ്റ്സ് ആയി കഴിഞ്ഞാൽ 50 കോയിൻ കിട്ടും. അത് PvPയിൽ. അപ്പോൾ അതാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ അർജൻറ്റീന ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. സ്പെയിൻ്റെ ഒപ്പം ഇനി അർജൻറ്റീനയാണ് ഫൈനൽ കളിക്കുക. ഫ്രാൻസും ഇംഗ്ലണ്ടും ലൂസേഴ്സ് ഫൈനൽ കളിക്കും ഗൈസ്. ഇതെന്താ സംഭവം ഗൈസ്? എവലുവേഷൻ ബൈ മോർ ദാൻ 3 goals 7 points if target is met +60. ഓക്കെ, അത് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ അർജൻറ്റീന ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 41 3 ക്രൈഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടായിരുന്നു ആദ്യം ഗോൾ അടിച്ചത് 55-ാം മിനിറ്റിൽ, ആൻ്റണി ഗോർഡൻ. അത് നമ്മുടെ മൊളീനയുടെ മിസ്സായിരുന്നു ഗൈസ്. മൊളീന ആൻ്റണി ഗോർഡൻ ബാക്കിൽ നിന്ന് വരുന്നത് കണ്ടില്ല. ആൻ്റണി ഗോർഡൻ കയറിയിട്ട് അടിച്ചു ഗൈസ്. നല്ലൊരു പാസ്സായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ തൊട്ട് ഇംഗ്ലണ്ട് മണ്ടത്തരം ചെയ്തു ഗൈസ്. ഇംഗ്ലണ്ട് ഫുള്ള് ബാക്ക് വലിഞ്ഞു ഗൈസ്, ബാക്ക് കളിച്ചു. പിന്നെ നമ്മൾ അർജൻറ്റീന വെച്ചാൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കളിക്കണമെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത് 4 കളിയായിട്ടും എല്ലാതും കംബാക്കാണ് അർജൻറ്റീന അടിക്കണത്. അപ്പോൾ ഇന്നലെയും കഴിഞ്ഞ 3 എങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നലെ അങ്ങനെ തന്നെയായി. അർജൻറ്റീന പിന്നെ ഗോൾ കിട്ടിയപ്പോൾ കളിച്ചു തുടങ്ങി. ഇംഗ്ലണ്ട് അഞ്ച പൊട്ടന്മാർ എല്ലാ ഫോർവേഡിനൊക്കെ പിൻവലിച്ചിട്ട് ബാക്കിനൊക്കെ ഇറക്കി. പിന്നെ മെസ്സിയും ബെല്ലിംഗമൊക്കെ തല്ലൂട്ടൊക്കെ അതിൻ്റെയായിരുന്നു. ഇടയിൽ വാക്ക് തർക്കം. ഇംഗ്ലണ്ട് അഞ്ച ഫോർവേഡിനെ മാറ്റിയിട്ട് ബാക്കിന് ഇറക്കി. അപ്പോൾ എന്തായി, അവർ ഫുള്ള് ഡിഫൻസായി. അപ്പോൾ അർജൻറ്റീനയ്ക്ക് കുറേ പന്ത് കിട്ടാൻ പറ്റി. അങ്ങനെ കുറേ നേരം അർജൻറ്റീനയിൽ പന്ത് കിട്ടി. അങ്ങനെ മെസ്സി, നമ്മുടെ മാന്ത്രികൻ മെസ്സി ഇന്നലെയും മാന്ത്രികം കാണിച്ചിട്ടുണ്ട് ഗൈസ്. മെസ്സി ഇന്നലെയും നമ്മുടെ മാജിക് മെസ്സിയായി. ഒരു ഗോൾ കിട്ടി കഴിഞ്ഞപ്പോൾ മെസ്സി എപ്പോഴും ഇറങ്ങി വന്ന് പന്ത് സ്വീകരിച്ച് കളിക്കായിരുന്നു ഗൈസ്. നിങ്ങളത് ശ്രദ്ധിച്ചതെന്നറിയില്ല. ഓക്കെ, മാജിക് മെസ്സി ആയി ഗൈസ്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വീട്ടിലെ ആൾ, റൂമിലെ ആൾ വന്നു. അപ്പോൾ മെസ്സി ഒരു ഗോൾ കിട്ടി കഴിഞ്ഞാൽ എന്തിട്ടാ കളി. എപ്പോഴും ബാക്കിൽ ഇറങ്ങി വന്ന് പന്ത് സ്വീകരിച്ച് പന്ത് മുന്നോട്ട് കൊണ്ടുപോകും. മെസ്സി രണ്ടാമത്തെ ഗോൾ അസിസ്റ്റ് കൊടുത്തതുകൊണ്ട് ഗൈസ്. റൈറ്റ് കൊണ്ടാണ് കൊടുത്തത്. മെസ്സിക്ക് റൈറ്റ് കൊണ്ട് കളിക്കാറിയില്ല എന്ന് കുറേ പേര് വിമർശിക്കാറുണ്ട് മെസ്സിനെ. പക്ഷെ മെസ്സി ഇന്നലെ കാണിച്ചു കൊടുത്തു. റൈറ്റ് കൊണ്ടാണ് ക്രോസ് ഇട്ട് ലൗത്താരോ മാർട്ടിൻസ് സെൻഡ് ചെയ്തു. ലൗത്താരോനൊക്കെ 85-ാം മിനിറ്റിൽ ഇറക്കി. ലൗത്താരോനൊക്കെ പെട്ടെന്ന് ഇറക്കണം ഗൈസ്. ലൗത്താരൊക്കെ നന്നായി ഹെഡ് ചെയ്ത് ഗോൾ അടിക്കണവനാ. ലൗത്താരോ മാർട്ടിൻസ് ഹെഡ് ചെയ്ത് ഗോൾ അടിച്ചു, രണ്ടാമത്തെ ഗോൾ. ഓക്കെ, നമ്മുടെ ഹാളൻ്റെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഗോൾ പിന്നെ പറയണ്ട. എൻസോ ഫെർണാണ്ടസ് വെച്ചാൽ കളിയുടെ തുടക്കം മുതൽ തന്നെ എന്നിട്ട് വെടിയുണ്ടകൾ പായിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റിലേക്ക്. എല്ലാം നല്ല നല്ല ഷോട്ടുകളായിരുന്നു. നമ്മുടെ പിക്ഫോർഡ് വെച്ചാൽ ഒടുക്കത്തെ സേവ് ഇട്ട ഗൈസ്. എന്തോരം സേവ് ഇട്ട പിക്ഫോർഡ്. അയ്യോ, ഒരു കണക്കില്ല സേവിനൊന്നും. ഓക്കെ, ബാറ്റിസ്റ്റൂട്ട പുറത്തേക്ക് അടിച്ചു ഗൈസ്. ബാർ മുടിച്ച് പുറത്തോട്ട്. അത് പറഞ്ഞു പറഞ്ഞാൽ പിക്ഫോർഡ് ഉണ്ട് ഗൈസ്. പിക്ഫോർഡ് നല്ല പൊല്ലങ്കളിയായിരുന്നു ഗൈസ്. എന്തോരം ഹെഡാണ് സേവ് ഇട്ടെ. എല്ലാ മെസ്സിയുടെ ക്രോസ് ഹെഡ് ചെയ്തു, സേവ് ഇട്ടു. അവസാനം നമ്മുടെ എൻസോ ഫെർണാണ്ടസിന് അടിച്ചു ഗൈസ്. ലോങ് റേഞ്ചർ തന്നെ. അവൻ കുറേ നേരം ട്രൈ ചെയ്തു, അവസാനം അടിക്കാൻ പറ്റി ഗൈസ്. മെസ്സി നമ്മളെ ഇട്ട് കൊടുത്തു. അവനൊരു പ്ലേസ് അത്ര പവർ ഉണ്ടായിരുന്നു, എന്നാലും അത്ര പവർ ഉണ്ടായിരുന്നില്ല. ഗുണ്ടൊന്നും ആയിരുന്നില്ല, എന്നാലും അത്യാവശ്യം പവറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പിക്ഫോർഡിനെ ബീറ്റായി ഗോൾ അടിച്ചു. അങ്ങനെ 1-1 പിന്നെ ലൗത്താരോ അടിച്ച ഗോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അർജൻറ്റീന ഇനി ഫൈനലിൽ സ്പെയിനായിട്ട് ഇറങ്ങും ഗൈസ്. അപ്പോൾ സ്പെയിനായിട്ട് എങ്ങനെ കളിക്കാൻ നമുക്ക് നോക്കാം എന്തായാലും. അർജൻറ്റീന ഇൻ്റർസെപ്ഷൻ. സ്പെയിൻ്റെ പ്രത്യേകത ഉണ്ട്. സ്പെയിൻ ഫ്രാൻസിൻ്റെ ഒപ്പം കളിച്ച പോലെ ഇംഗ്ലണ്ടിനെ ഇന്നലെ കളിച്ചാൽ മതിയായിരുന്നു. സ്പെയിൻ ഒരിക്കലും ഇറങ്ങി കളിച്ചിട്ടില്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ? സ്പെയിൻ ഒരിക്കലും ഗോൾ അടിച്ചാലും ബാക്ക് കളിച്ചിട്ടില്ലേ. ഇംഗ്ലണ്ട് പൊട്ടന്മാർ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. മണ്ടന്മാരൊക്കെ ബാക്ക് കളിച്ചു. അതുകൊണ്ട് ഫൈനലിൽ അർജൻറ്റീന കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ സ്പെയിൻ ആദ്യത്തെ ഗോൾ അടിക്കാൻ വെച്ചാലും അർജൻറ്റീനയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ സ്പെയിൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് ഒരിക്കലും കളിക്കില്ല. അവരിങ്ങനെ പ്രഷർ ഇട്ട് കളിക്കുള്ളൂ. അന്നാണ് നിങ്ങൾ കണ്ടല്ലേ ഇന്നലെ മിനിഞ്ഞാന്ന് ഫ്രാൻസിൻ്റെ പ്രഷർ ഇട്ടിട്ട് ഫ്രാൻസിന് പന്ത് പോലും കിട്ടണില്ലേ. പന്ത് പോലും പാസ് ചെയ്യാൻ പറ്റണില്ല, പന്ത് കിട്ടണില്ല. അങ്ങനെയാവും സ്പെയിൻ കളിക്കുക. അതുകൊണ്ട് അർജൻറ്റീനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും സ്പെയിൻ്റെ ഒപ്പം. ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് തന്നെയാണ് ഗൈസ് അർജൻറ്റീന സ്പെയിൻ ഫൈനൽ. അത് തന്നെ ഉണ്ടായി. ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അർജൻറ്റീന സ്പെയിൻ ഫൈനൽ. അപ്പോൾ അത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അർജൻറ്റീന സ്പെയിൻ ഫൈനൽ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പുലർച്ചെ 12:30, അതായത് ഞായറാഴ്ച രാത്രി. നമുക്കെന്തായാലും അന്നും കൂടി ജയിക്കണം. അപ്പോൾ മെസ്സി ഇതാ രണ്ടാമത്തെ കപ്പടിക്കും. മെസ്സിക്ക് ബാലൻഡിയോർ കിട്ടും, സൂപ്പർ ബാലൻഡിയോർ കിട്ടും. അങ്ങനെ കുറേ അധികം നിരവധി സമ്മാനങ്ങൾ മെസ്സിക്കായി തേടി വരും. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദ ഗോട്ട് ലിയണൽ ആൻഡ്രിയസ് മെസ്സി ഗൈസ്. ഓക്കെ, നമ്മളിത് കഥ പറഞ്ഞ് ഇതാ ഹാഫ് ടൈമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ ഒരു ഹാഫ് മൊത്തം അർജൻറ്റീനയുടെ കളിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്തായാലും മാച്ചിലോട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ സബ്ബൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള സബ് തന്നെയാണ്. ഓക്കെ, എന്തായാലും 1-0 നമ്മൾ ലീഡിങ് ആണ്. ജയിച്ചാൽ 50 പോയിന്റ് കിട്ടും ഗൈസ്. അപ്പോൾ ഒരു കളി കളിക്കാനുള്ളോട്ട് ഗൈസ്. ഇന്ന് ഞാൻ സ്കൂളിലുള്ള ദിവസമാണ്, അതുകൊണ്ട് ഒരു കളി കളിക്കാനുള്ള ഗൈസ്. ഓക്കെ, റോബർട്ടോ ഡൊണാഡോണി 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 ഡൊണ എൻ്റെ പൊന്നു ഗൈസ്, ഇറ്റ്സ് റോബർട്ടോ ഡൊണാഡോണി. ഒരു വെടിച്ചില് ഗോൾ ഗൈസ്. ഓ മൈ ഗോഡ്, റീപ്ലേ കാണാൻ പറ്റുമോ? ഓപ്പൺ ഇപ്പടി ഗൈസ്, എൻ്റെ പൊന്നു ഗൈസ്. മാസിലായിട്ട് വീട്ടിലെ ആൾ വന്നോട്ടെ ഗൈസ്. ഇന്ന് പോസ്റ്റ് ചെയ്താണ്. ഓക്കെ, നമ്മുടെ ഡൊണാഡോണിയുടെ ഗോളിനെ കുറിച്ചാണ് ഞാൻ പറയേണ്ടായിരുന്നത് ഗൈസ്. ഒന്നും കൂടി ഡബിൾ ചെയ്യാൻ നോക്കിയാണ് ഡൊണാഡോണി. മാസിലായിട്ടാണ് അടിച്ചത് അവിടെ. ഞാൻ ഡബിൾ ടച്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷെ മാസിലായിട്ടാണ് എനിക്ക് കേൾ അടിച്ചത്. ഗോളി അടക്കം ബീറ്റണായി. മൈ ഗോഡ്, ഇറ്റ്സ് റോബർട്ടോ. ഹാളൻഡ്, കാൻറ്റണ. ഗ്ലിച്ച് അടിച്ചു ഗൈസ്. 2-1. കാൻറ്റണയാണ്, ഹാളൻഡ് അല്ല, കാൻറ്റണ. എന്നാലും നമ്മുടെ റോബർട്ടോ ഡൊണാഡോണിയുടെ ഗോളിനുണ്ട് ഗൈസ്. അയ്യോ, വാട്ട് എ ഗോൾ മാൻ. ഓക്കെ, നെറ്റിന് എന്താ ഇഷ്യൂ? ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഡബിൾ ടച്ച്. സ്ലൈഡ് ചെയ്താറുണ്ടാണ്, അല്ല കിട്ടുന്നില്ല അത്. ഡൊണാഡോണി നല്ല സ്മൂത്ത് ഉണ്ട് ഗൈസ്. മെസ്സി മെസ്സി ഗോൾ ഗൈസ്. ഇറ്റ്സ് 2-2. മെസ്സിയുടെ വക ഇന്നലെ മാർട്ടിനസിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്ത പോലെ ഒരു എണ്ണം പറഞ്ഞ ബോള്. 2-2 ഗൈസ്. മൈ ഗോഡ്, നമ്മൾ ലീഡ് എടുത്ത കളി കളഞ്ഞു ഗൈസ്. എന്ത് നല്ല സൂപ്പർ ഗോളൊക്കെ അടിച്ചത് നമ്മൾ. മാത്യൂസ് മിസ് പാസോ കൈസേഡോ. മൈ ഗോഡ്. അഗൈൻ. ഓക്കെ, പണി. അക്കഞ്ചി, ലിയാൻഡ്രോ ട്രസാഡ്, റോബർട്ടോ ഡൊണാഡോണി. എന്തായാലും അറ്റാക്ക് ലെവൽ 1 ഇടാം ഗൈസ്. ലിയണൽ മെസ്സി ബറേസി, മത്യൂസ്. ഓക്കെ, കടന്നങ്ങ് നല്ലൊരു കളി വരുന്നുണ്ട് ഗൈസ്. ക്രൈഫ്. ഓക്കെ, ലിയാൻഡ്രോ ട്രസാഡ്. ഓക്കെ, കൈസേഡോ, ഡാനിയൽ വാൻ ബ്യൂട്ടൻ ഗൈസ്. ഓക്കെ, സാവിയർ സനേറ്റി, ക്രൈഫ്. എന്ത് ഓഫ് സൈഡാണ് ഗൈസ്? ഓഫ് സൈഡ് ഒന്നും ഉണ്ടല്ലേ? അല്ല ഗൈസ്, ഫൗളല്ല അല്ലേ? ഫൗളൊന്നും ഉണ്ടല്ലേ? ഫൗള് ഗൈസ്, ഫൗള് അല്ലല്ല, ഫൗളൊന്നല്ല, ഗോൾ കിക്കാണ്. തേങ്ങ. നമ്മളെ കയ്യിലുണ്ടായിരുന്ന കളിയാണ് ഗൈസ് കൊണ്ടേ കളഞ്ഞത്. ലിയാൻഡ്രോ, ഡൊണാഡോണി, മെസ്സി. ഓക്കെ, ഫുൾ ടൈം ആവാറുണ്ട് ഗൈസ്. എക്സ്ട്രാ ടൈമിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നണേ. കയ്യിലുണ്ടായിരുന്ന കളിയാണ് നമ്മൾ കളഞ്ഞത്. എനിക്ക് വിഷമം. ഓക്കെ, ദിസ് ടൈം ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, എക്സ്ട്രാ ടൈമിലോട്ട് കളി നീങ്ങുന്നു ഗൈസ്. അല്ല ഗൈസ്, എക്സ്ട്രാ ടൈമില്ല ഗൈസ്.
ഫുൾ ടൈം വിസിൽ ടു ഗൈസ്. അയ്യേ ഇനി ഒരു കളി കൂടി കളിക്കണം. നമ്മുടെ 2-2 നമ്മുടെ കളി ഇവിടെ അവസാനിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ നമ്മുടെ ഇന്നത്തെ ഇത്ര കിട്ടി ഗൈസ്. കോയിൻ കിട്ടി 50 കോയിൻ കിട്ടി കുഴപ്പമില്ല കോയിൻ കിട്ടിയിട്ട് ഗൈസ്. ഓക്കെ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള ഗൈസ്. സോ ഗൈസ് ബൈ.